ഇത്രയും ദിവസം പോൺ അഡിക്ഷൻ മാറ്റണം എന്ന് വിചാരിച്ച് പല കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് സാധിക്കാത്തത്, ഇനി ഇതിനു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കാലം പോൺ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ട്രൈ ചെയ്തു, എന്തുകൊണ്ട് നടന്നില്ല? സോ ഇതിനുള്ള ഉത്തരം എന്നുള്ളത്, നിങ്ങൾ ഈ ഒരു അഡിക്ഷൻ എന്നുള്ളത് നമ്മൾ എന്തൊരു കാര്യം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മളുടെ ഒരു ശീലമായിട്ട് മാറും. 90 ഡേയ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് നമ്മളുടെ ഒരു സംസ്കാരമായിട്ട് മാറും. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പോൺ എന്നുള്ളത്, മാസ്റ്റർബേഷൻ എന്നുള്ളത് നിങ്ങൾ എത്ര ദിവസമായി ചെയ്യുന്ന കാര്യമാണ്. സോ ഈ ശീലത്തിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു റൂളുണ്ട്, സംസ്കാരത്തിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു റൂളുണ്ട്. ഒരു 90 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ വഴിയെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള റൂൾസ് ഉണ്ട്. നമ്മൾ ഇത്രയും കാലം നിങ്ങൾ ഈ ഒരു അഡിക്ഷനെ മാറ്റാനായിട്ട് വിചാരിക്കുന്നത് കുറച്ച് മോട്ടിവേഷൻ കേട്ടിട്ട്, ജസ്റ്റ് എന്തെങ്കിലും മെഡിറ്റേറ്റ് ചെയ്തിട്ട്, ജസ്റ്റ് എന്തെങ്കിലും എക്സസൈസ് ചെയ്തിട്ട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും ഡീപ്പായിട്ട് നിങ്ങളുടെ അകത്ത് ഇറങ്ങിയിരിക്കുന്ന, അതായത് നമ്മൾ ഇതൊക്കെ ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ആവും തോറും നമ്മളുടെ തലയ്ക്കകത്ത് പുതിയ പുതിയ ബ്രെയിൻ വയറിങ് എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ദിവസം ട്രൈ ചെയ്തുകൊണ്ടിരുന്ന മോട്ടിവേഷൻ കൊണ്ട് മാറ്റാൻ പറ്റുക? ബ്രെയിൻ വയറിങ് എന്നുള്ളത് എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അതിനനുസരിച്ച് ആ കാര്യത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള എഫേർട്ടും സ്ട്രാറ്റജിയും കൂടുതലായിരിക്കണം. ഇതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാള് എന്ത് തന്നെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റാത്തത്. വീണ്ടും നൈറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഈ ഒരു ഹാബിറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞും കേൾക്കണ്ട. ഞാനൊരു ഫീഡ്ബാക്ക് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ഇപ്പോഴും കൺവിൻസ്ഡ് അല്ലായിരിക്കും, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഞാനൊരു ഫീഡ്ബാക്ക് കേൾപ്പിച്ചു തരാം, ഇതൊന്ന് കേട്ട് നോക്കുക. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലിയ ഡ്രീം ഉണ്ടായിരുന്നു. എനിക്കൊരു നെറ്റ്വർക്കർ ആവണം, ഒരു ഡയറക്ട് സെല്ലർ ആവണം, നല്ലൊരു ലീഡർ ആവണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ ഈ പോണ് തന്നെയായിരുന്നു. സെക്ഷനായിട്ടുള്ള തോട്ട്സും പോണും ഒക്കെ തന്നെയായിരുന്നു. എനിക്ക് അതിലോട്ട് പോകാനുള്ള, എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു ടാർജറ്റിലേക്ക് പോകാനുള്ള വഴി എനിക്കറിയില്ല. ലക്ഷ്യമുണ്ട്, പക്ഷെ വഴിയില്ല. ഒരുപാട് ചുറ്റേണ്ടി വരും, ഒരുപാട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് എൻ്റെ ഒരു ഹാബിറ്റിൽ നിന്ന് എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വ്യക്തത എനിക്ക് വന്നത് നോവാപ്പ് കമ്മ്യൂണിറ്റി വന്നപ്പോഴാണ്. പക്ഷേ ആ വ്യക്തത എനിക്ക് ആ ഡ്രീമിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റിലാപ്പ് ആവുന്നു, വീണ്ടും മൈൻഡ് മൂഡ് ഓഫ് ആവുന്നു, വീണ്ടും എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റിലോട്ട് തന്നെ വീണ്ടും പൊക്കോണ്ടിരുന്നു. പക്ഷേ എനിക്ക് പതിയെ ഒരുപാട് കാര്യങ്ങൾ മേ ബി അത്രയും അഡിക്ഷൻ ഉള്ളത് കൊണ്ടാവാം പിന്നീട് വന്ന് പിന്നീട് എനിക്ക് ആ ഒരു റൂട്ട് കിട്ടി. ആ റൂട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ കിട്ടിയിട്ട് ഞാനിപ്പോ നാളെ എനിക്ക് 25 ഡേയ്സ് ആവുന്നുണ്ട് നോവാപ്പ് തുടങ്ങിയിട്ട്. എനിക്കൊരു സത്യം പറഞ്ഞാൽ ഞാനൊരു ചലഞ്ചിലാണെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് നോർമൽ ഒരു ഡേ, അത്രേ ഉള്ളൂ. ഒരു നല്ല റൊട്ടൈൻ നന്നായിട്ടുള്ളവർ കൊണ്ടുപോകില്ല, അത്രേ ഉള്ളൂ. ഞാൻ ചലഞ്ചിലാണെന്ന് സത്യമായിട്ട് തീരെ കരുതുന്നതേയില്ല. ഒരു ചലഞ്ചിലാണെന്ന് ജസ്റ്റ് നല്ലൊരു റൊട്ടൈനെ കൊണ്ടുപോകുക, അത്രേ ഉള്ളൂ. എന്റെ കാര്യം നോക്കുക, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ മറിച്ച് കളയാനില്ല. വരിക, കാര്യങ്ങൾ ജോലി ചെയ്യുക, ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, എന്റെ കാര്യങ്ങൾ, എന്റെ ബെഡ് നീറ്റ് ആക്കുക, എനിക്ക് എന്തെങ്കിലും ഫ്രണ്ട്സിനെ കോൾ ചെയ്യുക, നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഉറപ്പാണ്. പക്ഷെ 100 ഒന്നുമല്ല, അതിന് മേലെ സുഖമായിട്ട് എടുത്തു. കാര്യം ഞാനത് ചലഞ്ചായിട്ട് എടുക്കുന്നേ ഇല്ല. ജസ്റ്റ് ഒരു നോർമൽ ചെറിയൊരു റൊട്ടൈൻ ലൈഫ്. വലിയൊരു കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഭയങ്കര ഹെവി ആയിട്ടുള്ള സന്യാസ ജീവിതങ്ങളൊന്നും അല്ല. സിമ്പിളായിട്ട് പോകുന്നുണ്ട്, അടിപൊളിയായിട്ട് പോകാനും പറ്റുന്നു. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലൈഫിൽ സക്സസ് ആകാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാര്യം കുറച്ച് പോകും തോറും നമുക്ക് ചെറിയ എന്തെങ്കിലും ഹാബിറ്റ്സും അതേമാതിരി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എൻ്റെ ഒരു എയിമിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ആഡ് ചെയ്ത് എനിക്ക് നല്ല ഒരു 1 ഇയർ കൊണ്ട് കുറച്ചെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ആയിട്ട് എടുത്തു വരാൻ പറ്റും ലൈഫിൽ. അപ്പോൾ നമുക്ക് നോവാപ്പ് കൊണ്ട് ഇത്രയും നാൾ വന്ന ആ ഒരു റൊട്ടൈനും ആ ഒരു എനർജി കോൺഫിഡൻസ് ഒക്കെ വെച്ചുകൊണ്ട് മുന്നേറാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് നല്ല രീതിയിൽ. ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴികളൊക്കെ തെളിഞ്ഞ് കിട്ടിയത് പോലെ എനിക്ക് തോന്നുന്നു. ഇത്രയും നാൾ വേറെ എവിടെ ആയിരുന്നു. ഇപ്പോഴും ജോലി കിട്ടിയപ്പോൾ പോലും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴെല്ലാം എനിക്ക് മാറ്റം വരുന്നുണ്ട്, മീൻസ് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. മുന്നിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇത്രയും നാൾ കണ്ടതൊന്നുമല്ല, ഇനി മുന്നിൽ ഒരുപാടുണ്ട്. അങ്ങോട്ട് പോവാൻ എന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ മനസ്സിങ്ങനെ പറയുന്നു. ഇത് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയാണ്. നിങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാളും മോശം അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറിയാണ് നിങ്ങൾ ഈ കേട്ടത്.
നിങ്ങളുടെ മുന്നിൽ ഇനി നിങ്ങൾ എന്താണ് എക്സ്ക്യൂസ് പറയാനായിട്ട് പോകുന്നത്? നമ്മളുടെ നെക്സ്റ്റ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ജെനുവൻലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സീരിയസ് ആയിട്ട് ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തേക്കുക. ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നൽകുന്നുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ.